Hi dear students, today we are discussing symmetric top molecules. Symmetric top molecules in ഒരു എക്സാമ്പിളാണ് മിഥൈൽ ക്ലോറൈഡ് മോളിക്യൂൾസ്, അതായത് CH3Cl. അതിൻ്റെ സ്ട്രക്ചറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതായത് 3 ഹൈഡ്രജൻ ആറ്റം, ടെട്രാഹെഡ്രൽ ബോണ്ടിങ് വിത്ത് C. പിന്നെ ഇവിടെ സ്പിന്നിങ് ടോപ്പിൻ്റെ റൊട്ടേഷൻ പോലെയാണ് ഏകദേശം നടക്കുന്നത്. പിന്നെ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ റൊട്ടേഷണൽ എനർജി ലെവൽ കാണുക വെച്ചാൽ മോർ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. കാരണം എന്തായിരിക്കും? ഇതിൻ്റെ സിമെട്രി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ 2 ഇൻഡിപെൻഡൻറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ഇതിൻ്റെ എനർജി ലെവൽസ് കാണാൻ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇതിൻ്റെ കേസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IB ഈസ് ഈക്വൽ ടു IC ബട്ട് നോട്ട് ഈക്വൽ ടു IA. ഇവിടെ IA 0 ആക്കിയെടുക്കുന്നത്. പിന്നെ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ്, സിമെട്രിക് ടോപ്പ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രൊലൈറ്റ് സിമെട്രിക് ടോപ്പ്, ദെൻ സെക്കൻഡ് വൺ ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ്. പ്രൊലൈറ്റിൻ്റെ കേസിൽ എന്താണ്? IB ഈസ് ഈക്വൽ ടു IC ഗ്രേറ്റർ ദാൻ IA. ബട്ട് ഇൻ കേസ് ഓഫ് ഒബ്ലേറ്റ് IB ICക്ക് ഈക്വൽ തന്നെയാണ്, ബട്ട് ലെസ് ദാൻ IA. ഓക്കെ, ക്ലിയർ? ഇവിടെ 2 ടൈപ്സ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉള്ളത് കൊണ്ട് റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എത്ര ഉണ്ടാവും? റൊട്ടേഷൻ്റെ ഡയറക്ഷനും 2 ഉണ്ടാവും. അതുകൊണ്ട് മോളിക്യൂൾസിൻ്റെ എനർജി അബ്സോർവ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എബൌട്ട് ടോപ്പ് ഓഫ് ആക്സിസ് അല്ലെങ്കിൽ അതിൻ്റെ സിമെട്രി ആക്സിസ് എന്ന് പറയും. ടോപ്പ് ഓഫ് ആക്സിസിന് സിമെട്രിക് ആക്സിസ് എന്നും പറയും. അതായത് CH3Clൻ്റെ കേസിൽ CCl ബോണ്ട് CH3Clൻ്റെ കേസിൽ CCl ബോണ്ട് എങ്ങനെയുള്ളത്? സിമെട്രിക് ആക്സിസിൽ ആയിരിക്കും. പിന്നെ സെക്കൻഡിൻ്റെ ഡയറക്ഷനാണ് പെർപെൻഡിക്കുലർ ടു ആക്സിസിലും ആയിരിക്കും. അതായത് ഡയറക്ഷൻ്റെ ഫസ്റ്റിലത്തെ എന്തായിരിക്കും? സിമെട്രിക് ആക്സിസിലും, സെക്കൻഡിൽ എലോങ് പെർപെൻഡിക്കുലർ ടു ആക്സിസും ആയിരിക്കും. നമുക്കിനി ഇവിടെ ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ 2 ടൈപ്പ് ക്വാണ്ടം നമ്പർ ആവശ്യമുണ്ട്. അതായത് ഇവിടെ IA എന്നൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, IB IC എന്നൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ ബി നീഡ് ഇൻ ഹിയർ. അതായത് 1 ഫോർ IAയും the second one for IB or IC. Okay, ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ 2 ടൈപ്സ് ക്വാണ്ടം നമ്പർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഒന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ J തന്നെ എടുക്കുന്നത്. അതായത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. ഇതിനെ നമ്മൾ വിച്ച് ഈസ് റെപ്രസെൻറ്റ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. സെക്കൻഡ് വണ്ണായ K എന്താണ്? ആംഗുലർ മൊമെൻറ്റം കറസ്പോണ്ടിങ് ടു ടോപ്പ് ആക്സിസ്. അതായത് ഇതിൻ്റെ കേസിൽ CCl. ദെൻ ഇവിടെ K ഒരിക്കലും Jനേക്കാൾ കൂടരുത്.
പിന്നെ കെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? കെ ഈസ് ഈക്വൽ ടു ജെനേക്കാൾ കൂടരുതെന്നുള്ളൂ. പിന്നെ J-1, J-2 എക്സെട്ര ടു -J-1 -J എന്നതിൽ കൂടെ. ഇവിടെ J ഈസ് ഈക്വൽ ടു 0, 1, 2, 3. അങ്ങനെയാണെങ്കിൽ കെനെ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഈസ് ഈക്വൽ ടു 0, 1, 2, 3. ഇത് എന്ത് ഡയറക്ഷനിലായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ റൊട്ടേഷനിലായിരിക്കും ഇങ്ങനെ എഴുതുക. ദെൻ J ഈസ് ഈക്വൽ ടു 0, 1, 2, 3 തന്നെ. കെ ഈസ് ഈക്വൽ ടു -1, -2, -3. ഇത് ഏത് വൈസിലെ റൊട്ടേഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ റൊട്ടേഷനിലാണ് കെ ഈസ് ഈക്വൽ ടു -1, -2, -3 എന്നെടുക്കുക. ഓക്കെ. ഇനി നമുക്ക് പ്രൊലൈറ്റിൻ്റെ കേസിലെ സിമെട്രിക് ടോപ്പ് എന്താണെന്ന് നോക്കാം. അതിനായി ഷോൾജിയർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എനർജി ലെവൽസ് കിട്ടും. ഫോർ റിജിഡ് പൊലൈറ്റ് സിമെട്രിക് ടോപ്പ് ദ എനർജി ലെവൽ EJK ഈസ് ഈക്വൽ ടു h²/8π² J into J+1 plus bracket of h²/8π² IA minus h²/8π² bracket close then k². ഇത് നമ്മൾ ജൂൾസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇൻ കേസ് ഓഫ് വേവ് നമ്പർ നമുക്ക് എനർജീനെ എങ്ങനെ എഴുതാം? EJ ഈസ് ഈക്വൽ ടു EJK/hc എന്നെഴുതി കൂടെ. ദെൻ EJK/hc ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എച്ചും കട്ടായി പോലെ. ദെൻ നമുക്ക് എന്ത് കിട്ടും? മുന്നേ സോൾവ് ചെയ്താണിത്. ഇത് നമുക്കിനി ഡയറക്റ്റ് എടുത്തതാണ്. അതായത് BJ into J+1 plus A minus B k² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇവിടെ h²/8π² IAക്ക് നമ്മൾ A എന്നും കൊടുത്തു. പിന്നെ h²/8π² IBക്ക് നമ്മൾ B എന്നും കൊടുക്കുന്നതാണ്. ഹിയർ A and B are rotational constant. Okay, clear? നമ്മൾ പ്രൊലൈറ്റ് സിമെട്രിക് ടോപ്പിക്കിൻ്റെ കേസിലുള്ള എനർജി ലെവൽ കണ്ടു. ഇനി ഒബ്ലൈറ്റിൻ്റെ കേസിൽ എങ്ങനെയെന്ന് നോക്കാം. ഒബ്ലൈറ്റിൻ്റെ കേസിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അതായത് C-B² എന്നൊരു ടേമാണ് വരുന്നത്. അതായത് EJK ഈസ് ഈക്വൽ ടു, അതായത് ഷോൾജിയർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എനർജീൻ്റെ ലെവലിൻ്റെ ഇക്വേഷനാണ്. EJK ഈസ് ഈക്വൽ ടു h²/8π² IB into J into J+1 plus h²/8π² IC minus h²/8π² IB k². ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേവ് നമ്പറിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം? EJ ഈസ് ഈക്വൽ ടു EJK/hc. ദെൻ ഏതൊക്കെ ടൈം കട്ടായിപ്പോയി? HHും ക്യാൻസലാവും. സോൾവ് ചെയ്ത് മുന്നേ സോൾവ് ചെയ്താണ്. ദെൻ EJ ഈസ് ഈക്വൽ ടു BJ ഇൻറ്റു J+1 പ്ലസ് C മൈനസ് B k² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതിൽ സീൻ്റെ വാല്യൂ ആണ് h²/8π² IC. ദെൻ ബീൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞ തന്നെ h²/8π² IB. ഓക്കെ. ഇവിടെ C എന്താണ്? റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? എനർജി ലെവൽസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ k². ദ എനർജി ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ k². അതായത് എനർജി ലെവൽസിൻ്റെ ഇക്വേഷനിൽ k² എന്ന ടേം ഉണ്ട്. സോ ദ എനർജി ലെവൽസ് ഡിപ്പെൻഡ്സ് ഓൺ k². ഇവിടെ കെൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും.
സോ എന്തായിരിക്കും റൊട്ടേഷണൽ ലെവൽ ആർ ഡബിളി ഡീജനറേറ്റ് ആയിരിക്കും. അതായത് ജെ വാല്യൂ ഉണ്ടാവും, കെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പൊലൈറ്റിൻ്റെ കേസിൽ എന്ത് പറഞ്ഞേ, ഐ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഐ എ. പിന്നെ നമ്മൾ എനർജി ലെവലിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തതിൽ എന്തുണ്ട്, എ മൈനസ് ബി ഇൻറ്റു കെ സ്ക്വയർ ഇല്ലേ. ഇതിൽ അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി കെ സ്ക്വയർ അല്ലേ. ദെൻ ഇതിലേതായിരിക്കും വലുത്, എയോ ബിയോ? എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. അതായത് എ മൈനസ് ബി കെ സ്ക്വയർ എന്തായിരിക്കും, ഓൾവേസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് പൊലൈറ്റിൻ്റെ കേസിൽ ഐ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഐ എ, ദെൻ എനർജി ലെവലിൻ്റെ ഇക്വേഷൻ പ്രകാരം ബി ഈസ് ലെസ് ദാൻ എ. പിന്നെ എ മൈനസ് ബി കെ സ്ക്വയർ ഓൾവേസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പിന്നെ ഇനി ഒബ്ലേറ്റിൻ്റെ കേസിൽ എന്തായിരിക്കും, ഐ ബി ഈസ് ലെസ് ദാൻ ഐ സി. ഇക്വേഷൻ അതായത് എനർജി ലെവലിൻ്റെ ഇക്വേഷൻ പ്രകാരം എന്താണ്, സി മൈനസ് ബി കെ സ്ക്വയർ. ദെൻ ഇതിലേതായിരിക്കും വലുത്, ബി ഈസ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ സി. അങ്ങനെയാണെങ്കിൽ സി മൈനസ് ബി കെ സ്ക്വയർ ഓൾവേസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പൊലൈറ്റിൻ്റെയും ഒബ്ലേറ്റിൻ്റെയും കേസിലെ എനർജി ലെവലും ട്രാൻസിഷനും എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസിഷനിലെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. പിന്നെ ഡെൽറ്റ കെൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ദെൻ ട്രാൻസിഷൻ എങ്ങനെ നോക്കാം. ഇവിടെ ജെൻ്റെ വാല്യൂ ഉണ്ട്, പിന്നെ കെൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും മോഡുലസ് വാല്യൂ ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് പൊലൈറ്റിൻ്റെ കേസിൽ നോക്കാം. പൊലൈറ്റിൻ്റെ കേസിൽ എ മൈനസ് ബി കെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഫസ്റ്റ് ജെ ടു 0 ആയാൽ എന്ത് സംഭവിക്കും, കെ വാല്യൂ എന്താണ്, 0 ആയിരിക്കും. പിന്നെ ജെ 1 ആകുമ്പോൾ എന്തായിരിക്കും, കെ വാല്യൂ 0 ആൻഡ് 1. ജെ 0 ആയാൽ ജെ 2 ആകുമ്പോൾ കെ വാല്യൂ എന്തായിരിക്കും, 0 1 2 3 0 1 2 3 ഇല്ലേ, സോറി. ജെ 3 ആവുമ്പോൾ കെ വാല്യൂ എന്തായിരിക്കും, 0 1 2 3. ജെ 4 ആയാൽ കെ വാല്യൂ എന്തായിരിക്കും, 0 1 2 3 4. സോ ഓൺ. ഓക്കെ, ക്ലിയർ. ഇത് പൊലൈറ്റിൻ്റെ എനർജി ട്രാൻസിഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ഡെൽറ്റ ജെ എപ്പോഴും പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കണം. ദെൻ ഫസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റിൽ 0 to 0 ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. കാരണം എന്താ, 0 to 1 ട്രാൻസിഷൻ നടന്നൂടെ, നടക്കാൻ പാടില്ലാത്തത് കാരണം എന്തായിരിക്കും, ഡെൽറ്റ കെൻ്റെ സെലക്ഷൻ റൂൾ എന്താണ്, 0 അല്ലേ. സോ ക്ലിയർ, 0 to 0 ട്രാൻസിഷൻ നടന്ന്. ദെൻ നെക്സ്റ്റ് ജെൻ്റെ വാല്യൂ 1 ഉള്ളപ്പോൾ കെൻ്റെ വാല്യൂ 0 1. ദെൻ ട്രാൻസിഷൻ നടന്നത് എവിടേക്കൊക്കെയാണ്, 0 to 0യിലേക്കും ദെൻ 0 to 1ലേക്കും. 2 ട്രാൻസിഷൻ പോസിബിൾ അല്ലേ. അതായത് ജെ മൈനസ് 1 ബിക്കം കെ. സോ സാറ്റിസ്ഫൈഡ്. ദെൻ നെക്സ്റ്റ് 1 to 2 പോസിബിൾ അല്ലേ.
പോസിബിൾ ആണോ? കാരണം എന്താ 1 to 2 പോസിബിൾ അല്ലാത്തതിന് കാരണം ഡെൽറ്റ കെ ഒരിക്കലും 0 ആവില്ല. അതായത് j-1 0 ആവുമോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് 0 to 0, അത് നെക്സ്റ്റ് ലെവലിലാണ്. പിന്നെ 0 to 1 to 1 ഉണ്ട്, അതേപോലെ 2 to 2 ഉണ്ട്, അതേപോലെ 3 to 3. ക്ലിയർ? ഇനി 0 to 0 ഉണ്ട്, പിന്നെ 1 to 1 ഉണ്ട് ട്രാൻസിഷൻ, 2 to 1 ട്രാൻസിഷൻ ഉണ്ട്, 3 to 3 ട്രാൻസിഷൻ ഉണ്ട്, ലാസ്റ്റ് 4 to 4 ട്രാൻസിഷൻ, അങ്ങനെ സോ ഓൺ. ഇനി നമുക്ക് ഒബ്ലേറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് നോക്കാം. ഒബ്ലേറ്റിൻ്റെ കേസിൽ C-B² എല്ലായ്പ്പോഴും എന്തായിരിക്കും? നെഗറ്റീവാണ്. സോ അതിനനുസരിച്ച് ചേഞ്ചും ഉണ്ട്. ഒബ്ലേറ്റിൻ്റെ കേസിൽ C-B² ഓൾവേസ് നെഗറ്റീവ് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും വരിക? 1 0 2 1 0. J 0 ആണെങ്കിൽ K മോഡുലസ് K എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ J 1 ആയാൽ മോഡുലസ് ഓഫ് K എന്താണ്? K എന്താണ്? 1 0. പിന്നെ J 2 ആണെങ്കിൽ Kൻ്റെ വാല്യൂ 2 1 0. J 3 ആണെങ്കിൽ Kൻ്റെ വാല്യൂ 3 2 1 0. ദെൻ J 4 ആണെങ്കിൽ 4 3 2 1 0 ആയിരിക്കും Kൻ്റെ വാല്യൂ. അങ്ങനെ എന്താ ഇവിടെ സംഭവിച്ചത്? നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ട്രാൻസിഷനിൽ ഒരു ചേഞ്ചും ഇല്ല. അതായത് 0 to 0 തന്നെയാണ്, 1 to 1 ട്രാൻസിഷൻ തന്നെയാണ് നടക്കുന്നത്, 2 to 2 ട്രാൻസിഷൻ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചേഞ്ച് ഉണ്ട്? അപ്പറും ലോവറിലും ചേഞ്ച് ഉണ്ട്. നേരത്തെ എങ്ങനെയാണ്? ലോവറിൽ തന്നെ അല്ലേനോ? ഓക്കെ, ഇനി നമുക്ക് സെലക്ഷൻ റൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ചേഞ്ച് എന്താണെന്ന് നോക്കാം. നമ്മൾ എനർജി ചേഞ്ച് എങ്ങനെയാണ് കാണുന്നത്? EJ+1 K മൈനസ് EJK. ഫസ്റ്റ് നേരത്തെ ഇതിൽ എന്താ കണ്ടത്? EJ+1 മൈനസ് EJ1 അല്ലേ? EJ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോണം നമ്മൾ വന്നുകൊണ്ട് EJ+1 K മൈനസ് EJK ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ന്യൂ JK. ദെൻ ന്യൂ JK നമുക്ക് എങ്ങനെ എഴുതാം? മുന്നേ എഴുതിയതാണ്. മുന്നേ എഴുതിയത് BJ+1 J+2. ദെൻ ഇതൊരു അഡീഷണൽ ടേം ഉണ്ട്, അതായത് A-BK² മൈനസ് BJ ഇൻറ്റു J+1 പ്ലസ് A-BK². ദെൻ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 2BJ+1 എന്നെഴുതിക്കൂടെ? മാറ്റി എഴുതിയാൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? 2B ഇൻറ്റു J+1. ബാക്കിയുള്ള ടൈം ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ Kൻ്റെ വാല്യൂ ഉണ്ടോ? സോ ദ സ്പെക്ട്രം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് K. അതായത് എനർജി വാല്യൂ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് K. ഇവിടെ Kൻ്റെ വാല്യൂ എന്താണ്? നമ്മുടെ CH3Clൻ്റെ കേസിൽ CClന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ ആണ്. അതായത് സിമെട്രിക് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് K വാല്യൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിമെട്രിക് ആക്സിസ് റൊട്ടേഷൻ ചേഞ്ച് കൊണ്ട് റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടില്ല. അതായത് സിമെട്രിക് ആക്സിസിൻ്റെ റൊട്ടേഷണൽ ചേഞ്ച് കൊണ്ട് റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് കിട്ടില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം.
അതായത് സിമ്മെട്രിക് ടോപ്പിലെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എലോങ് സിമ്മെട്രിക് ആക്സിസ്. പിന്നെ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷൻ ആക്സിസിൽ ആയിരിക്കും. പിന്നെ ഇവിടെ ഡൈപോൾ മൊമെൻറ്റിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതായത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും ഇവിടെ അല്ലേ ഡൈപോൾ മൊമെൻറ്റിന്. അതായത് സിമ്മട്രിക് ടോപ്പിലെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എലോങ് സിമ്മട്രിക് ആക്സിസിലായിരിക്കും. പിന്നെ മോളിക്യൂൾസ് റൊട്ടേഷൻ എബൌട്ട് ദ ആക്സിസ് ആയിരിക്കും. ഓക്കെ, അതായത് ദിസ് ടൈപ്പ് റൊട്ടേഷൻ്റെ എനർജി റേഡിയേഷൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയി ഇൻട്രാക്ട് ചെയ്താലും മാറ്റം വരില്ല. ഓക്കെ, അതായത് ദിസ് ടൈപ്പ് റൊട്ടേഷൻ്റെ എനർജി റേഡിയേഷൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയി ഇൻട്രാക്ട് ചെയ്താലും മാറ്റം വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞേ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് റിജിഡ് സിമ്മട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസിലാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ റിജിഡിൻ്റെ കേസിൽ. ഓക്കെ, അതായത് നമ്മൾ നോൺ റിജിഡിൻ്റെ കേസിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്ത് ദെൻ നമുക്ക് എന്ത് കിട്ടി? എനർജി ലെവൽ കിട്ടുന്നത്. അതായത് ഇ ജെ കെ ഈസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 പ്ലസ് എ മൈനസ് ബി കെ സ്ക്വയർ. അത് മുന്നേ ഉള്ള ടേം. ദെൻ അഡീഷണൽ ആയിട്ടൊരു ടേം കൂടി വരുന്നത്, അതായത് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ പാർട്ട്. അതായത് മൈനസ് ഡി ജെ ഇൻറ്റു ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഡി ജെ കെ ജെ ഇൻറ്റു ജെ പ്ലസ് 1 കെ സ്ക്വയർ മൈനസ് ഡി കെ റൈസ് ടു 4 ദാറ്റ് റെപ്രസെൻറ്റ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഹിയർ ഡി ജെയും ഡി ജെ കെയും പിന്നെ ഡി കെയും എന്താണ്? ഒരു സ്മോൾ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ അങ്ങനെ നമുക്ക് മുന്നേ പറഞ്ഞ പോലെ എനർജി ചേഞ്ച് എങ്ങനെ എഴുതാം? ഇ ജെ പ്ലസ് 1 കെ മൈനസ് ഇ ജെ കെ ന്യൂ ഈക്വൽ ടു എന്താണ്? ന്യൂ ബാർ ജെ കെ. ഇവിടെ സെലക്ഷൻ റൂൾസിനൊരു മാറ്റമില്ല, നേരത്തെ പോലെ തന്നെയാണ് സെലക്ഷൻ റൂള്. അതായത് ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽ എന്താണ്? ഇ ജെ പ്ലസ് 1 കെ മൈനസ് ഇ ജെ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ബാർ ജെ കെ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ ബാർ ജെ കെ ഈസ് ഈക്വൽ ടു 2bj പ്ലസ് 1 മൈനസ് 4dj ഇൻറ്റു ജെ പ്ലസ് 1 ക്യൂബ് മൈനസ് 2djk ഇൻറ്റു ജെ പ്ലസ് 1 കെ സ്ക്വയർ. നമുക്കിവിടെ കെൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഹിയർ സ്പെക്ട്രം ഡിപ്പെൻഡ് ഓൺ കെ വാല്യൂ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കെൻ്റെ വാല്യൂ തരും. അതായത് കെ ജെ വാല്യൂ ഗീവ് റൈസ് ടു കെ. ഓക്കെ, this session is over. Thank you for all.